സല്യൂട്ട് ഭാരത്. നമ്മളോടൊപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ എ ഹരികുമാറാണ്. സാർ സ്വാഗതം. നമസ്തേ ഇബ്രാഹിം. സാർ, ഈ പശ്ചിമേഷ്യൻ യുദ്ധത്തിൻ്റെ ആദ്യ ഒരു പതിപ്പ് കഴിഞ്ഞതിന് ശേഷം ട്രംപ് ചൈന സന്ദർശനം നടത്തിയിരുന്നു. ആ സമയത്ത് ചൈനയോട് അഭ്യർത്ഥിച്ചൊരു കാര്യം, നിങ്ങൾ ഇറാനെ രഹസ്യമായിട്ടൊക്കെ സഹായിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം, ആയുധങ്ങളൊക്കെ കൊടുക്കുന്നു ഞങ്ങൾക്കറിയാം, പക്ഷേ ദയവ് ചെയ്ത് നിങ്ങൾ ഇൻ്റലിജൻസ് സഹായം ഇറാന് കൊടുക്കരുത്, അത് വലിയ ഗുരുതര പ്രത്യാഘാതമുണ്ടാകും. ചൈന അതിനോട് ഏതു വിധത്തിൽ പ്രതികരിച്ചു എന്ന് നമുക്കറിയില്ല. ഏതായാലും ട്രംപിൻ്റെ ചൈനീസ് സന്ദർശനം പരാജയമായി എന്നാണ് പൊതുവിൽ വിലയിരുത്തൽ. ഇപ്പോൾ വരുന്ന വിവരം, അമേരിക്ക ഇറാൻ യുദ്ധം രണ്ടാം പതിപ്പ് തുടങ്ങിയപ്പോൾ ഇൻ്റലിജൻസ് സഹായത്തോടുകൂടി ഇറാൻ പ്രിസിഷൻ സ്ട്രൈക്ക് നടത്തുന്നു. അതിൽ വലിയ ആശങ്കയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. എന്താണ് സാർ അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് എന്താണ്? തീർച്ചയായിട്ടും ഇറാന്റെ ആക്രമണ ശൈലി തികച്ചും വ്യത്യസ്തമാണ് ഈ രണ്ടാം റൗണ്ട് യുദ്ധത്തിൽ. ഈ കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ ജോർഡാനിലെ വ്യോമത്താവളമായിട്ടുള്ള മുവാഫക് സോൾട്ടി എയർബേസ്, ആ മുവാഫക് സോൾട്ടി എയർബേസിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ രണ്ടോ അതിലധികമോ അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു, ഒരാളെ കാണാതായി, 5ഓളം പേര് പരിക്കേറ്റ് ആശുപത്രിയിലായി. ഇത്തരമൊരു ആക്രമണം വളരെ കൃത്യമായി ഇന്റലിജൻസ് ഇൻപുട്ടും അതുപോലെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള പിൻ പോയിന്റ് ചെയ്തിട്ടുള്ള ഒരു അറ്റാക്കുമായിട്ടാണ് അമേരിക്ക വിലയിരുത്തുന്നത്. അമേരിക്കൻ മാധ്യമങ്ങളും പ്രതിരോധ വിദഗ്ധരും ഒക്കെ തന്നെ അഭിപ്രായപ്പെടുന്നത് റഷ്യയുടെയും ചൈനയുടെയും സഹായത്തോടുകൂടി ഇറാൻ നടത്തിയ ആക്രമണമാണ് ഇതെന്നാണ്. ഇവിടെ റഷ്യയാണ് ഇറാന് വളരെ കൃത്യമായിട്ടുള്ള ഇത്തരം ആക്രമണങ്ങൾ നടത്താനുള്ള ഇന്റലിജൻസ് ഇൻപുട്ട് കൊടുത്തതെന്നാണ് അമേരിക്ക പറയുന്നത്. ചൈനയുടെ റോള് ഇതില്, ചൈന ആയുധങ്ങളുടെ പാർട്ടുകൾ, അതായത് പല ഇറാന്റെ മിസൈലുകളാകട്ടെ അല്ലെങ്കിൽ ഇറാന്റെ ഡ്രോണുകളാകട്ടെ, ഇതൊക്കെ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ഡ്രോണിന്റെ എഞ്ചിന് അല്ലെങ്കിൽ മിസൈലിന്റെ സെൻസറുകൾ തുടങ്ങിയിട്ടുള്ള അത്യന്താപേക്ഷിതമായിട്ടുള്ള ഘടകങ്ങൾ സപ്ലൈ ചെയ്യുന്നത് ചൈനയാണെന്നുമാണ് അമേരിക്ക ആരോപിക്കുന്നത്. ഇവിടെ ഇത് വാൾസ്ട്രീറ്റ് ജേണൽ പോലുള്ള പത്രങ്ങളൊക്കെ തന്നെ ഇത് സംബന്ധിച്ച് ഇന്നലെ വാർത്തകൾ പ്രസിദ്ധീകരിച്ചു. അവർ പറയുന്നത് ഹൈ സ്പീഡ് മാനുവറബിൾ, അത്തരം പ്രിസിഷൻ സ്ട്രൈക്ക് നടത്താൻ പറ്റുന്ന അത്തരം മിസൈലുകളാണ് ഇന്നലെ ഇറാൻ ഉപയോഗിച്ചത്. അതായത് ഈ എയർബേസിലൊക്കെ തന്നെ മിസൈൽ പ്രതിരോധ സംവിധാനമുണ്ട്, വ്യോമ പ്രതിരോധ സംവിധാനമുണ്ട്. അതായത് ഡ്രോൺ അറ്റാക്ക് വന്നാലും മിസൈൽ അറ്റാക്ക് വന്നാലും തടുക്കാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ അതിനെ മറികടക്കണമെങ്കിൽ അതിവേഗത്തിലുള്ള സൂപ്പർസോണിക് വേഗതയോട് അടുത്തെങ്കിലും എത്തുന്ന തരത്തിലുള്ള ഒരു മിസൈൽ ആയിരിക്കണം ഒന്നാമത്തേത്. രണ്ടാമത്തേത് അത് മാനുവറബിൾ ആയിരിക്കണം. അതായത് അത് ഈ ലക്ഷ്യസ്ഥാനത്തിന് വന്ന് ചുറ്റും കറങ്ങിയിട്ട് അത് വളഞ്ഞും പുളഞ്ഞും ഒക്കെ പോയി ഇന്റർസെപ്റ്റർ മിസൈലുകളെ വെട്ടിച്ചു പോകാനുള്ള ശേഷി ഉണ്ടായിരിക്കണം. ഇത് രണ്ടും ഉള്ള മിസൈലുകൾ ഇറാന്റെ കൈവശം അങ്ങനെ ഇല്ലായിരുന്നു. ഈ മിസൈലുകൾ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ കൊടുത്തത് ചൈന ആയിരിക്കണം, ടെക്നോളജി കൊടുത്തത് റഷ്യ ആയിരിക്കണമെന്നുമാണ് അമേരിക്ക ആരോപിക്കുന്നത്. ഇവിടെ റഷ്യയുടെ നേരെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. കാരണം അമേരിക്കയ്ക്ക് റഷ്യയുടെ നേരെ ഉപരോധം, ആവശ്യത്തിലധികം ഉപരോധങ്ങളെല്ലാം ഉണ്ട്. ഇനി പ്രത്യേകിച്ച് ഒരു ഉപരോധവും ഏർപ്പെടുത്താനുമില്ല. അപ്പോ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഒരു വല്ലാത്ത പ്രതിസന്ധിയിലാണ്. അമേരിക്കയ്ക്ക് ഈ വിഷയത്തിൽ എന്ത് ചെയ്യണം എന്നുള്ളത് വളരെ കൃത്യമായിട്ടൊന്നും അറിഞ്ഞുകൂടാ. ഇതിനിടയ്ക്ക് മറ്റു 2 വ്യോമ താവളങ്ങളിലും ഇക്കഴിഞ്ഞ ദിവസം ഇറാൻ ആക്രമണം നടത്തിയിരുന്നു. അത് കുവൈത്തിലെ പ്രധാനപ്പെട്ട 2 വ്യോമത്താവളങ്ങളാണ് അമേരിക്കയ്ക്കുള്ളത്. അലി അൽ സാലം എയർബേസ്, അതുപോലെ അഹമ്മദ് അൽ ജാബർ എയർബേസ്, ഈ 2 എയർബേസിന് നേരെ ആക്രമണം നടത്തും. അതുപോലെ ബഹ്റിനിലുള്ള ഷെയ്ഖ് ഈസ എയർബേസ്, അമേരിക്കൻ നാവികസേനയുടെ 5ാം നാവികസേനയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ബഹ്റിനിലാണ്. ആ ഹെഡ്ക്വാർട്ടേഴ്സിന് നേരെയും ആക്രമണം നടന്നു. ഇനിയിപ്പോ അമേരിക്കയുടെ ഭയം, അമേരിക്കയുടെ ഗൾഫിലെ ഏറ്റവും വലിയ വ്യോമത്താവളം എന്ന് പറയുന്നത് അൽ ഉദീദ് എയർബേസ്, അത് ഖത്തറിൽ ഉള്ള അമേരിക്കയുടെ വ്യോമത്താവളമാണ്. അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിമാനങ്ങൾ F-22 റാപ്റ്റർ, F-35 ലൈറ്റനിങ്,
അതുപോലുള്ള ഈ B2 ബോംബറുകൾ പോലും അവിടെ ഉണ്ടെന്ന് പറയപ്പെടുന്നു. അങ്ങനെയുള്ള ആ വ്യോമത്താവളത്തിന് നേരെ ആക്രമണം നടക്കും എന്നുള്ള ഒരു ഭയമാണ് ഇപ്പൊ അമേരിക്കയ്ക്കുള്ളത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ താട് പ്രതിരോധ സംവിധാനവും പേട്രിയോട്ടും രണ്ടിനും ഇന്റർസെപ്റ്റർ മിസൈൽ അത് വളരെ കുറവാണ്. ഇതാണ് അമേരിക്ക അലട്ടുന്ന മറ്റൊരു വലിയ വിഷയം. അപ്പോ ഈ പ്രിസിഷൻ അറ്റാക്കുകൾ വന്നു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് നേരിടാൻ ബുദ്ധിമുട്ടാണ്. ഇന്റർസെപ്റ്റർ മിസൈലുകളുടെ ആ പകുതിയും, അമേരിക്കയുടെ കൈവശമുണ്ടായിരുന്ന ഇന്റർസെപ്റ്റർ മിസൈലുകളുടെ പകുതിയും ആദ്യ റൗണ്ട് 40 ദിവസത്തോളം നീണ്ടുനിന്ന യുദ്ധം കഴിഞ്ഞപ്പോഴത്തേക്ക് തീർന്നു എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ഇതിനിടയ്ക്ക് ഇറാനും റഷ്യയും തമ്മിലുള്ള സഹകരണം മറ്റൊരു രീതിയിലും വർദ്ധിച്ചു. അതായത് ഈ ഇറാന്റെ ഏറ്റവും വിജയകരമായ ആക്രമണ ഡ്രോണാണ് ഷഹീദ് ഡ്രോണുകൾ. ഈ ഷഹീദ് ഡ്രോണുകൾ ഇറാൻ സ്വന്തമായി ടെക്നോളജി വികസിപ്പിച്ചെടുത്തിട്ട് നിർമ്മിച്ചതാണ്. ഇതിന് 1000 തൊട്ട് 1500 കിലോമീറ്റർ വരെ, ഇറാൻ 2000 എന്നൊക്കെ പറയുന്നെങ്കിലും 1500 കിലോമീറ്റർ റേഞ്ച് ആണ് ഇതിന്റെ ഒരു ഇഫക്റ്റീവ് റേഞ്ച് ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. ഈ ഡ്രോണിന്റെ ഈ സൂയിസൈഡ് ഡ്രോൺ ആണ് ലോയിറ്ററിംഗ് മ്യൂണീഷൻ എന്ന കാറ്റഗറി പെടുന്നതാണ്. ഇതിന്റെ ടെക്നോളജി ഇറാൻ റഷ്യക്ക് കൈമാറി. റഷ്യ ആകട്ടെ, റഷ്യൻ ശാസ്ത്രജ്ഞന്മാര് ഇത് മെച്ചപ്പെടുത്തി. ഈ ടെക്നോളജി അവര് വിദേശ മാധ്യമങ്ങൾ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഇതിന്റെ നാവിഗേഷൻ, കമ്മ്യൂണിക്കേഷൻ, വാർഹെഡ്, ഫൈറ്റ് പ്രൊഫൈല്, അതുപോലെ ഇലക്ട്രോണിക് യുദ്ധത്തെ പ്രതിരോധിക്കാനുള്ള ഇതിന്റെ ശേഷി, ഇക്കാര്യത്തിലെല്ലാം ഇത് മെച്ചപ്പെട്ടു. ഇത് റഷ്യ ഇത് മൊത്തത്തിൽ ഒരു അഴിച്ചുപണി നടത്തി. അങ്ങനെ ഇത് ഇപ്പോ പ്രിസിഷൻ സ്ട്രൈക്ക് നടത്താൻ പറ്റുന്ന, കൃത്യതയോടെ എതിരാളികളുടെ താവളങ്ങളെ ആക്രമിക്കാൻ പറ്റുന്ന ഡ്രോണായിട്ട് ഷഹീദ് മാറി. എന്നിട്ട് ഈ ടെക്നോളജി തിരിച്ച് ഇപ്പൊ ഇറാന് കൊടുക്കുകയും മാത്രമല്ല, റഷ്യയിൽ ഇത് ഈ റിവൈസ്ഡ് ടെക്നോളജി ഉള്ള ഈ ഡ്രോണ് റഷ്യയിൽ നിർമ്മിക്കാൻ തുടങ്ങുകയും ചെയ്തു. അങ്ങനെ റഷ്യയിൽ നിർമ്മിച്ച ഡ്രോണ് തിരിച്ച് ഇറാനിലേക്കും കയറ്റുമതി ചെയ്യാനുണ്ട്. അപ്പൊ ഇതാകെ ഒരു പ്രതിസന്ധിയിലേക്ക് പിന്നെ അമേരിക്ക എത്തിയിരിക്കുകയാണ്. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ ഇറാന്റെ ആക്രമണങ്ങൾ ഒരു കാടടച്ചുള്ള വെടി പോലെയായി. അത് പലപ്പോഴും തന്ത്രപ്രധാന കേന്ദ്രങ്ങളെ വളരെ കൃത്യതയോടെ ഉപയോഗിക്കാനൊന്നും ഇറാന് കഴിഞ്ഞിരുന്നില്ല. ഇറാൻ അത് അവിടേക്ക് കൊണ്ടുപോയിട്ട് ഡ്രോണും ബോംബും ഒക്കെ വർഷിക്കും. അത് ചിലപ്പോ ഒരു ഒന്നിച്ചൊരു 50-100 ഒക്കെ അങ്ങ് വിക്ഷേപിക്കും. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം പോയിട്ട് ലക്ഷ്യസ്ഥാനത്ത് പതിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയാണ്. ചിലതൊക്കെ കിലോമീറ്ററുകൾ അകലേക്കായിരിക്കും പോകുന്നത്. അതൊക്കെ മാറി വരിക. അത് അമേരിക്കയെ സംബന്ധിച്ച് വലിയ അപകടം. അങ്ങനെ ഒരു പുതിയ സംഭവ വികാസം ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും അമേരിക്കയുടെ ഗൾഫിലെ വ്യോമത്താവളങ്ങള്, നാവിക താവളങ്ങള്, സൈനിക താവളങ്ങള് ഇതെല്ലാം തന്നെ ആക്രമണത്തിന് വിധേയമാവുന്ന മാത്രമല്ല, സൈനികരുടെ കാഷ്വാലിറ്റി ഉണ്ടാവുകയും ചെയ്യും. മനുഷ്യന്റെ കാഷ്വാലിറ്റി ഉണ്ടാകുന്നത് അമേരിക്കൻ ജനത ഒരിക്കലും സഹിക്കില്ല. അവിടെ ആയുധമൊക്കെ നഷ്ടപ്പെട്ടാലും അവർ മൈൻഡ് ചെയ്യില്ല. പക്ഷെ അമേരിക്കയിലേക്ക് ബോഡി ബാഗുകൾ, സൈനികരുടെ മിലിറ്ററി ബോഡി ബാഗുകൾ എത്തിത്തുടങ്ങിയാൽ അമേരിക്കയിൽ അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. ആ ബോഡി ബാഗുകൾ എത്തിക്കുക എന്നുള്ള ഒരു തന്ത്രത്തിലേക്ക് ഇറാൻ ഇപ്പം മാറിയിരിക്കുക. അപ്പൊ ഇത് ഒരു ഭാഗത്ത് നിൽക്കുന്നു. ഇനി റഷ്യയുടെയും ചൈനയുടെയും സാറ്റലൈറ്റ് കോൺസ്റ്റലേഷൻസ് ഉണ്ട്. അത് അവരുടെ ഇപ്പം ഗ്ലോസ്നാസ് എന്ന റഷ്യയുടേത്, അതുപോലെ ബെയ്ഡു എന്ന ചൈനയുടേത്. ഇതിൽ നിന്നുമുള്ള വിവരങ്ങൾ വളരെ കൃത്യമായിട്ട് അവര് ഇറാന് നൽകി തുടങ്ങിയിരിക്കുന്നു. 24 ഉപഗ്രഹങ്ങൾ അടങ്ങുന്ന ഒരു കോൺസ്റ്റലേഷൻ റഷ്യക്കുണ്ട്. അത് ഗൾഫിന് മുകളിൽ പൊസിഷൻ ചെയ്തിട്ട് കൃത്യമായിട്ട് ഗൾഫിലെ വെസ്റ്റ് ഏഷ്യ തൊട്ട് ഗൾഫ് വരെ പരന്നു കിടക്കുന്ന, അതായത് ജോർഡാൻ തൊട്ട് UAE വരെ പരന്നു കിടക്കുന്ന അമേരിക്കയുടെ 46 മിലിറ്ററി സ്ട്രാറ്റജിക് സൈറ്റുകളുടെ വിശദാംശങ്ങൾ റഷ്യ കൈമാറിയിട്ടുണ്ടാകും എന്നാണ് അമേരിക്കയുടെ ഇന്റലിജൻസ് CIA ഒക്കെ ഇപ്പോ വിലയിരുത്തുന്നത്. അങ്ങനെയെങ്കിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ അപകടകരമായിട്ടുള്ള ഒരു പുതിയ സ്ഥിതിവിശേഷമാണ്. എന്തെന്നാൽ ഈ താവളങ്ങളിലെ സൂക്ഷിച്ചിരിക്കുന്ന ആയുധങ്ങൾ തൊട്ട് അവിടുത്തെ സൈനികർ വരെ ഇറാന്റെ ആക്രമണത്തിന്റെ പരിധിയിൽ പെടും. അത് വലിയ ഒരു അപകടം വരും ദിവസങ്ങളിൽ അമേരിക്കയ്ക്ക് ഉണ്ടാക്കും. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു
പുതിയ ഒരു ഡെവലപ്മെന്റ് അത് വല്ലാത്ത ഒരു ബുദ്ധിമുട്ടിലേക്ക് അമേരിക്ക നയിക്കുന്നു. അതുപോലെ ഒരു ആശങ്ക ഇക്കാര്യത്തിൽ ഉണ്ടാവുകയാണല്ലോ. കാര്യം നേരത്തെ ഇതിൽ രണ്ട് കക്ഷികളാണ് ഉണ്ടായിരുന്നത്. ഇറാൻ ഒരു ഭാഗത്ത്, അമേരിക്ക ഒരു ഭാഗത്ത്. ചൈനയുടെയും റഷ്യയുടെയും പരോക്ഷ പങ്കാളിത്തമാണ് അമേരിക്ക ആരോപിച്ചിരുന്നത്. അപ്പോൾ ഇപ്പോൾ അവരുടെ പങ്കാളിത്തത്തിന് കൃത്യമായൊരു തെളിവ് എന്ന രീതിയിൽ ഇതിനെ വേണമെങ്കിൽ അവതരിപ്പിക്കാം. അപ്പോൾ ഈ യുദ്ധത്തിന്റെ വ്യാപ്തിയും വലുതാകുകയല്ലേ? തീർച്ചയായിട്ടും. കാരണം പരോക്ഷ പങ്കാളിത്തം എന്ന് പറയുന്നത് ആദ്യഘട്ടത്തിൽ അതിന്റെ സ്പെയർ പാർട്സ് കൊടുക്കുകയും അല്ലെങ്കിൽ ഇറാനെ സാമ്പത്തികമായിട്ട് സഹായിക്കുകയാണ്. ഇറാന്റെ എണ്ണ വാങ്ങും. അപ്പൊ ഈ എണ്ണ വാങ്ങലിലൂടെ ഇറാന്റെ സമ്പദ്ഘടനയെ നിലനിർത്തുകയും ആയുധം വാങ്ങാനുള്ള അല്ലെ ആയുധം നിർമ്മിക്കാനുള്ള അവരുടെ ശേഷിയെ നിലനിർത്തുകയാണ്. ഇപ്പൊ അത് മാറി. ഇപ്പൊ അത് മാറിയിട്ട് റഷ്യ കുറച്ചുകൂടെ വളരെ കൃത്യമായിട്ട് ഒരു യുദ്ധ മുന്നണിയിലേക്ക് തന്നെ കയറും. റഷ്യക്കെതിരെ അമേരിക്കയ്ക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം യുക്രൈന് ആയുധങ്ങൾ ഉൾപ്പെടെ കൊടുക്കുന്നത് പേട്രിയോട്ട് മിസൈൽ ആണെങ്കിലും ശരി, F-16 വിമാനം വരെ ഇപ്പൊ അമേരിക്ക സപ്ലൈ ചെയ്യാം. അപ്പൊ അമേരിക്കയ്ക്ക് തിരിച്ചെന്ത് മറുപടി പറയാനാണ്? ഒന്നും പറയാനില്ല. യുദ്ധത്തിന്റെ വ്യാപ്തിയും യുദ്ധത്തിന്റെ ഒരു ഇന്റൻസിറ്റിയും വർദ്ധിക്കുകയാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം യുദ്ധം ദീർഘനാളത്തേക്ക് പോകുന്ന, വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധം അമേരിക്കയ്ക്ക് ഒരു കാരണവശാലും അമേരിക്കയ്ക്ക് ഇനി അത് സഹിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. വരും ദിവസങ്ങളിൽ ഈ യുദ്ധത്തിന്റെ നിർണായകമായ ചില നീക്കങ്ങൾ ഉണ്ടായേ പറ്റൂ. അതൊരു പക്ഷേ ഇറാന്റെ തന്ത്രപ്രധാനമായ കേന്ദ്രം, അതായത് ഇപ്പൊ അമേരിക്ക ടാർഗറ്റ് ചെയ്യുന്നത് ഇറാന്റെ ഈ പവർ ജനറേഷൻ സെന്ററുകൾ, അതായത് വൈദ്യുതി ലൈനുകൾ മുഴുവൻ അട്ടിമറിക്കുക, വൈദ്യുതി ഗ്രിഡ് ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടാക്കിയിട്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി ജനങ്ങളെ സർക്കാരിനെതിരെ തിരിക്കുക എന്നുള്ളതാണ്. അതിനൊരു മറുപടിയായിട്ട് ഇറാൻ ചെയ്യുന്നത് ഗൾഫിന്റെ, അതായത് പ്രത്യേകിച്ച് കുവൈത്തിനെയും ബഹ്റിന്റെയും ഒക്കെ ഈ അവിടെ കടൽ വെള്ളം ശുദ്ധീകരിച്ചിട്ടാണ് കുടിവെള്ളം ഉണ്ടാക്കുന്നത്. അത്തരം കേന്ദ്രങ്ങൾ മുഴുവൻ നശിപ്പിക്കുക എന്നുള്ളതാണ് ഇറാന്റെ മറുപടി. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ മുഴുവൻ തകർക്കുക എന്നുള്ള ഒരു തന്ത്രത്തിലേക്ക് യുദ്ധം മാറിയിരിക്കുകയാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇത് ആരെയാണ് ഇത് കൂടുതൽ ഇമ്പാക്ട് ചെയ്യാൻ പോകുന്നത്? ഗൾഫിനെ ആയിരിക്കുമോ ഇറാനെ ആയിരിക്കും? എന്തായാലും ശരി, വരും ദിവസങ്ങളിൽ ഇതൊരു വല്ലാത്ത ഒരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കും. കൂടുതൽ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ മുന്നിലേക്ക് വാർത്താ രൂപത്തിൽ എത്തുമ്പോൾ അത് വിശകലനം ചെയ്ത് കൂടുതൽ ഇൻഫർമേഷൻ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് നൽകാം. അതുവരെ ഒരിക്കൽ കൂടി നമസ്കാരം. നന്ദി സർ.